അപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ 7th ഫ്ലോറിലാണുള്ളത്. ഞങ്ങൾ പണ്ട് ഞാനിവിടെ വന്നപ്പോൾ വേറെ ഫ്ലാറ്റിലായിരുന്നു. ഇപ്പോൾ ഫ്ലാറ്റ് മാറി, ഇത് വേറെ പുതിയ ഫ്ലാറ്റാണ്. യാ, ഇന്ന് വീക്കെൻഡാണ് കേട്ടോ ആക്ച്വലി. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങുന്ന സമയമാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ലിഫ്റ്റിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ റോഡിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും മേ ബി. നമുക്ക് നോക്കാം. അയ്യോ, ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന ഫ്ലാറ്റ്. അപ്പോൾ എന്താണ്, എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ഈ മേക്കപ്പ് വീഡിയോ വീടിൻ്റെ ഉള്ളിലിരുന്ന് ചെയ്യുന്ന വീഡിയോസിനെക്കാട്ടി എനിക്കിഷ്ടം ഇങ്ങനെ പുറത്ത് വ്ളോഗ് ചെയ്യണതൊക്കെയാണ്. പുറത്ത് പോകുന്ന സ്ഥലങ്ങളൊക്കെ വ്ളോഗ് ചെയ്ത് അങ്ങനെ ചെയ്യണതാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടം. പക്ഷേ അങ്ങനെ ചിലപ്പോൾ ചില സമയത്ത് പുറത്ത് പോകുമ്പോൾ നമ്മൾ അങ്ങനെ എടുക്കാൻ പറ്റാറില്ല, അങ്ങനെ സ്റ്റോറേജ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നോക്കി വെക്കാം ഇത് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കി വെക്കാം. ഭാവി ഫോം വെച്ച് മറന്നു. അപ്പോൾ എടുക്കാൻ വേണ്ടി വീണ്ടും റൂമിലേക്ക് പോയി. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്യണം. ഐസിയുടെ ഹായ് പറയോ? ഐസി വലുതായി കഴിയില്ല. ഫസ്റ്റ് വ്ളോഗൊക്കെ കാണുമ്പോൾ ഐസി ചെറുതായിരുന്നു. അപ്പോൾ ഐസി KG 2 ആയില്ല. ഐസി KG 1 ആയിരുന്നു. അപ്പോൾ ഐസി KG 2 ആയി. വ്യാഴാഴ്ച ഫുഡ് കഴിക്കണമെങ്കിൽ 12-11 മണിയൊക്കെ ആവും. എനിക്ക് പറ്റുന്നുണ്ട്. ഹലോ താഴെ എക്സ്പോ ഒക്കെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തു. പിന്നെ ഇത് ശരിക്കും വർക്ക് കഴിഞ്ഞിരിക്കണേ. ഇത് വർക്ക് കഴിഞ്ഞിരിക്കണത് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമുക്കറിയില്ല എന്തായിരിക്കും എന്നുള്ളത്. ആ പെണ്ണ് ഇവിടെ ഇതൊക്കെ ഉണ്ടാവും. അതാണോ കാക്കോ? പറയ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് കയറണം. ഇത് മറ്റേ പാർക്കിംഗ്. നമ്മൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ജിമ്മിന് പോകണം. പറഞ്ഞു കൊടുക്കല്ലേ. അപ്പോൾ തായ്ലൻഡ് എക്സ്പോ കാണാനാണ് ആക്ച്വലി വന്നത്. ഇവിടെ കുറച്ച് തായ്ലൻഡ് ആൾക്കാരെ കിടന്നിട്ടുണ്ടല്ലോ. ബുക്കിന്റെ അല്ല, തായ്ലാൻഡ് തന്നെ കൺട്രീന്റെ എക്സ്പോ. നൈസ്. എൻ്റെ അമ്മു ഇതുപോലെ തന്നെ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഒമാനിൽ ഇറങ്ങിയാൽ ഭയങ്കര സ്മെല്ലാണ്. ഇതൊരു മാളിൽ വെച്ചിട്ടായിരുന്നു തായ്ലൻഡ് എക്സ്പോ. ഞങ്ങള് പറയുമ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ടൊന്നല്ല പോയത്. എന്നാലും ഒരു കൗതുകം ഉണ്ടായിരുന്നു എന്തായിരിക്കും എക്സ്പോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് എന്തോ അങ്ങനെ അത്ര പേയ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ടിക്കറ്റ് എടുക്കാൻ. ഞങ്ങൾ അങ്ങനെ കയറാണ് ചെയ്തത്. ഇത് മിസ്സാണോ ആയിക്കോട്ടെ. സത്യം പറഞ്ഞ ഈ സെക്ഷനിൽ മാത്രമേ ഈ തിരക്കുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും അത്ര ആൾക്കാരെ ഉണ്ടായിരുന്നില്ല. പല സ്റ്റാളിലും ആരും ഉണ്ടായിരുന്നില്ല.
ഈ കുറെ ചെയിനും അതുപോലെ തന്നെ റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കേറണില്ല, അതൊരുള്ള കൂടി കയറ്റിക്ക. ഓക്കെ, ഇത് തുറക്കുള്ളൂ. ഇതൊക്കെ കാൽമണ്ണത്, നല്ല രസമുണ്ട്. കുറേ ഉണ്ട് കാൽമണ്ണത്. നൈസ് നൈസ് നൈസ്. അത് കയ്യുമ്പോഴാണോ? ഇതൊക്കെ അല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്താ കൈയുടെ പോലെ ഫിനിഷ്. ഓക്കെ, that's enough. കൈ കാണിച്ചു കൊടുക്കാന്. ഇഷ്ടപ്പെട്ടോ? നമ്മളൊരു പാരമ്പര്യ കളരി മർമ്മ ചികിത്സയിൽ. ഓ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു തായ് മസാജ്. ഒന്നില്ലേ എന്തൊരു പച്ചമണം. തായ് മസാജ് ഭയങ്കര ഫേമസ് അല്ല ഇവിടെ. അപ്പോൾ അതിൻ്റെ കുറേ പ്രൊഡക്ട്സും അതിൻ്റെ മസാജിങ് ഓയിലും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ നല്ല തായ്ലൻഡിലത്തെ നല്ല സുന്ദരികളുണ്ട്. നിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. കാരണം കുറച്ച് ബോറിംഗ് ആയിരുന്നു. ഫുൾ കുറേയൊക്കെ പെർഫ്യൂംസ്, സ്മെല്ല്, ഊതിൻ്റെ സോപ്പ്, അങ്ങനത്തെ ഒക്കെ കുറെ ഐറ്റംസ് ആയിരുന്നു. എനിക്ക് വലിയ അത്ര കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ സംഭവം. ഇത് നല്ല മണട്ടോ കൈമ ഷിയാ ബട്ടന്റെ. അതാ ഞാൻ നോക്ക്, നല്ല ഗ്ലേസിംഗ് ആയി സംഭവം. എന്റെ കൈയൊന്ന് വെളുത്തു. അത് ഇടുന്ന വീഡിയോയിൽ ഭയങ്കര കറുത്തിട്ടായിരുന്നു കൈ. നല്ല സ്മെല്ലും ഇവിടെ ആകെ ഒരു ഊതും അത്തറിന്റെ മണം. അല്ല, ഞാൻ ഹെഡ് സ്കാർഫാ വാങ്ങിച്ചത്. സോപ്പ് നല്ല മണം, നല്ല തുർക്കിഷ് സോപ്പ്, അലോവേറ സോപ്പ്. അയ്യോ, നല്ല സ്മെല്ല്. വാവ്, തുർക്കിഷ് ഇത് മേടിച്ചാലോ? ബ്ലാക്ക് സീഡ് ഹാൻഡ് മെയ്ഡ് സോപ്പാണ്. ตั้งแต่ 4 โมงเย็นจนถึง 4 ทุ่มนะครับ มีแค่รอบเดียวนะครับ 2 റിയാല്.เรียนผู้ประกอบการ ചുണ്ടടിച്ച് പൊട്ടിക്കുന്നു കേട്ടോ. زوارنا الكرام باكر معرض سيكون فترة مسائيا فقط. ഒരു പ്രത്യേകിച്ച് ഒരു രസമില്ലാത്തൊരു എക്സ്പോ ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇനി എന്താവും, ഇന്ന് വീക്കെൻഡ് ആണെന്ന് ചിലപ്പോൾ പുറത്ത് പോയിരിക്കാം, പുറത്തുനിന്നായിരിക്കും ഫുഡ്. അപ്പോൾ അത് വേണമെങ്കിൽ ചിലപ്പോൾ ഷൂട്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഒന്നും മേടിച്ചില്ല. ആകെ മേടിച്ചത് എനിക്ക് ആ ഹെഡ് ക്യാപ്പ് മേടിച്ചു, ഹിജാബിൻ്റെ അടിയിരുന്ന ക്യാപ്പ്. പിന്നെ മേടിച്ചത് സോപ്പാണ്, ബ്ലാക്ക് സീഡിൻ്റെ സോപ്പ് മേടിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ എക്സ്പോ നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ, അത് വേറെ കാര്യം. വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാനാണ് പോയത്. ഇമ്പീരിയൽ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് പോയത്.
അത്യാവശ്യം ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പാണ്. അവിടെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫ്രെയിമാണിത്. നല്ല രസമുണ്ടായിരുന്നു. സ്റ്റാർട്ടറായിട്ട് ഞങ്ങളൊരു മട്ടൻ സൂപ്പാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് അൽഫ്രെഡോ പാസ്ത ആയിരുന്നു. പിന്നെ അപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പൊറോട്ട, അതുപോലെ തന്നെ എന്തോ ഒരു ചിക്കൻ. പിന്നെ ഞങ്ങൾ ക്രാബ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം എക്സ്പെൻസ് ആണെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി അവസാനം ഒരു സുലൈമാനിൽ ഒതുക്കി ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പൊ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ.